ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗ തീരുമാനം. ഈ വർഷം ഓഗസ്റ്റ് 31 മുൻപ് കാലാവധി അവസാനിക്കുന്ന റാങ്ക് പട്ടികകൾ 3 മാസത്തേക്ക് കൂടി നീട്ടാൻ PSCയോട് ശുപാർശ ചെയ്യും. 16ാം കേരള നിയമസഭയുടെ പ്രോടേം സ്പീക്കറായി ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. നിയുക്ത MLAമാരുടെ സത്യപ്രതിജ്ഞ നാളെ. UDF മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. പട്ടിക മുഖ്യമന്ത്രി VD സതീശൻ ഗവർണർക്ക് കൈമാറി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക ക്യാമ്പിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. സംസ്ഥാനത്ത് ശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി 8 ജില്ലകളിൽ NDRF സംഘങ്ങളെ വിന്യസിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശനാണ് ഇക്കാര്യം അറിയിച്ചത്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കും. 2026 ഓഗസ്റ്റ് 31 മുൻപ് കാലാവധി അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകൾ നവംബർ 30 വരെ ദീർഘിപ്പിക്കാൻ PSCക്ക് ശുപാർശ ചെയ്യാനും തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനമെടുത്തു. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ പദ്ധതിക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള മഞ്ഞക്കുറ്റികൾ അത് നീക്കം ചെയ്യുന്നതിന് റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. PSCയുമായി ബന്ധപ്പെട്ട ലിസ്റ്റുകൾ, റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ഇപ്പോൾ അവസാനിക്കുന്നതും 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിപ്പിക്കുന്നതുമായ എല്ലാ റാങ്ക് പട്ടികകളുടെയും കാലാവധി നവംബർ 30 വരെ ദീർഘിപ്പിക്കുന്നതിന് PSCക്ക് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. UDF പ്രകടന പത്രികയിലെ കാര്യങ്ങൾ വിഷൻ 2031 പേരിൽ ജൂൺ 1 മുതൽ 100 ദിവസത്തേക്കുള്ള കർമ്മ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച കൊല്ലം സ്വദേശി വേണുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 16ാം കേരള നിയമസഭയുടെ പ്രോടേം സ്പീക്കറായി ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നിയുക്ത MLAമാരുടെ സത്യപ്രതിജ്ഞ നാളെ നിയമസഭയിൽ നടക്കും. പുതിയ സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് മറ്റന്നാളാണ്. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. UDF സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. വകുപ്പ് സംബന്ധിച്ച പട്ടിക മുഖ്യമന്ത്രി VD സതീശൻ ഗവർണർക്ക് കൈമാറി. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും. സർക്കാർ ചുമതലയേറ്റ് 3-ാം നാളാണ് വകുപ്പ് വിഭജനം പൂർത്തിയായത്. UDF മന്ത്രിസഭയിൽ 1-ലധികം പേർ ആലപ്പുഴയിൽ നിന്ന് ഇത്തവണ ഇടം നേടി. ഈ നേട്ടം ജില്ലയുടെ വികസനത്തിൽ ഏറെ പ്രയോജനപ്പെടുമെന്ന് പ്രതീക്ഷയിലാണ് ആലപ്പുഴക്കാർ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ. രമേശ് ചെന്നിത്തല, M ലിജു എന്നീ മന്ത്രിമാർക്ക് പുറമെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനും എത്തിയപ്പോൾ ആലപ്പുഴ ജില്ലയ്ക്ക് 3 ക്യാബിനറ്റ് റാങ്കുകളായി. കഴിഞ്ഞ മന്ത്രിസഭയിൽ ജില്ലയ്ക്ക് സജി ചെറിയാനും P പ്രസാദും മന്ത്രിമാരായി ഉണ്ടായിരുന്നു. 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് TM തോമസ് ഐസക്, G സുധാകരൻ, തോമസ് ചാണ്ടി എന്നിവർ മന്ത്രിമാരായി ഉണ്ടായിരുന്നു. മുൻ സർക്കാരുകൾ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച മാത്രമല്ല, പ്രത്യേക പദ്ധതികളും ആലപ്പുഴക്കാർ ആഗ്രഹിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ടൂറിസം, നെൽകൃഷി മേഖലകളിൽ. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക സഹവാസ ക്യാമ്പ് ഐക്യ 2026 തിരുവനന്തപുരത്ത് തുടക്കമാകും. തിരുവനന്തപുരം വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വൈകിട്ട് ഉദ്ഘാടനം നിർവഹിക്കും. ജെൻഡർ ഇൻക്ലൂസിവിറ്റി അഥവാ ലിംഗസമത്വം എന്നതാണ് ഇത്തവണത്തെ ക്യാമ്പിന്റെ പ്രധാന വിഷയം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 939 കേഡറ്റുകൾ 6 ദിന ക്യാമ്പിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31 പരിപാടിയുടെ 134ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും.
മേര യുവഭാരതിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയവും ഹിന്ദിയും എന്ന വിഷയത്തിൽ തിരുവനന്തപുരത്ത് സെമിനാർ സംഘടിപ്പിച്ചു. സംസ്ഥാനതല സെമിനാർ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ദക്ഷിണ മേഖലാ ഡയറക്ടർ ജനറൽ പി പളനിച്ചാമി ഉദ്ഘാടനം ചെയ്തു. നവമാധ്യമങ്ങളിൽ മംഗ്ലീഷ് അടക്കമുള്ള ഭാഷാ ഉപയോഗം മാതൃഭാഷ ഉൾപ്പെടെ എല്ലാ ഭാഷകളെയും ഇല്ലാതാക്കുമെന്നും ഭാഷയെ നാം സംരക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമബംഗാളിൽ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നാളെ നടക്കും. ഈ മാസം 24-നാണ് വോട്ടെണ്ണൽ. ഏപ്രിൽ 29-ന് ഫാൾട്ടയിൽ നടന്ന വോട്ടെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മണ്ഡലത്തിലെ 285 ബൂത്തുകളിലും വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ ഉത്തരവിട്ടിരുന്നു. അതേസമയം തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതായി പ്രഖ്യാപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറ്റലി സന്ദർശനം തുടരുന്നു. ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മാറ്റർലയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. 5 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ഇന്നലെ റോമിലെത്തിയ പ്രധാനമന്ത്രിയെ ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രിയുമായ അന്റോണിയോ തജാനിയും ചേർന്ന് സ്വീകരിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്നും നാളെ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26-ഓടെ എത്താനാണ് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി NDRF സംഘങ്ങളെ വിന്യസിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലായി ഓരോ സംഘത്തെ വീതമാണ് വിന്യസിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം കൂടുന്നു. മഴ ശക്തി പ്രാപിച്ചതോടെ ഡെങ്കിപ്പനി ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ഈ വർഷം ജനുവരി മുതൽ ജില്ലയിൽ 42,376 പേരാണ് പനി ബാധിച്ച് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയത്. നിലവിൽ ജില്ലയിൽ 237 ഡെങ്കി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 3 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തത് മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തിലാണ്. 22 കേസുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അഴീക്കോട്, എടക്കാട്, കുന്നോത്തുപറമ്പ് എന്നിവിടങ്ങളിലാണ് ഡെങ്കിപ്പനി മരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വീട്ടിലും പരിസരങ്ങളിലും കൊതുക് വളരുന്ന സാഹചര്യം ഇല്ല എന്ന് ഉറപ്പുവരുത്തണമെന്നും മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ തന്നെ നിർമ്മാർജ്ജനം ചെയ്യണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമായ നാളെ KPCC ആസ്ഥാനത്ത് അനുസ്മരണ പരിപാടി നടക്കും. മുഖ്യമന്ത്രി VD സതീശൻ പുഷ്പാർച്ചനയിലും അനുസ്മരണ പ്രഭാഷണ പരിപാടികളിലും പങ്കെടുക്കും. രാജ്യം ഭീകരവിരുദ്ധ ദിനമായും നാളെ ആചരിക്കും. നാട്ടുമാങ്ങകളുടെ രുചിയും പാരമ്പര്യവും വരും തലമുറയ്ക്കായി കാത്തുസൂക്ഷിക്കുകയാണ് പാലക്കാട് ശ്രീകൃഷ്ണപുരം വലമ്പിള്ളി മംഗലത്തെ മൂർത്തിയടത്ത് മനയിൽ ശങ്കരൻ നമ്പൂതിരി. 741 വ്യത്യസ്ത മാവിനങ്ങളാണ് ശങ്കരൻ നമ്പൂതിരിയുടെ ശേഖരത്തിലുള്ളത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. 1976 മുതൽ ആരംഭിച്ച തന്റെ പരിസ്ഥിതി സൗഹൃദ കൃഷിയിലൂടെ നാശത്തിന്റെ വക്കിലെത്തിയിരുന്ന 100 കണക്കിന് മാവിനങ്ങളെയാണ് ശങ്കരൻ നമ്പൂതിരി സംരക്ഷിച്ച് വളർത്തിയെടുത്തിരിക്കുന്നത്. അമേരിക്ക, പാകിസ്ഥാൻ, ഓസ്ട്രേലിയ, ചൈന, ജപ്പാൻ, തായ്ലാന്റ്, മലേഷ്യ തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാവിനങ്ങൾ മുതൽ കേരളത്തിന്റെ തനത് നാട്ടുമാങ്ങകൾ വരെ ഈ ശേഖരത്തിലുണ്ട്. ഇന്ത്യയിലെ ഭൂപ്രദേശ സൂചിക പദവി ലഭിച്ച 22 ഇനം മാങ്ങകളിൽ 17 എണ്ണവും ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30-ന് കൊൽക്കത്തയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ രാജസ്ഥാൻ റോയൽസ് 7 വിക്കറ്റിന് വിജയിച്ചു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഹൈപ്പർ റിയലിസ്റ്റിക് 3D അവതാറിലൂടെ മഹാത്മാഗാന്ധിയുമായി സംവദിക്കാൻ സന്ദർശകർക്ക് അവസരമൊരുക്കി ഡൽഹിയിലെ പ്രധാനമന്ത്രി സംഗ്രഹാലയ. മ്യൂസിയത്തിലെ 3ാമത്തെ AI പവേർഡ് ഇന്ററാക്റ്റീവ് ഹോളോ ബോക്സാണിത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെയും മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെയും AI പവേർഡ് ഹോളോ ബോക്സ് ഇൻസ്റ്റലേഷനുകൾ മ്യൂസിയത്തിൽ ആരംഭിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 141 പോയിന്റ് താഴ്ന്ന് 75,057-ലും നിഫ്റ്റി 34 പോയിന്റ് നഷ്ടത്തിൽ 23,585-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 960 രൂപ ഉയർന്ന് 1,16,120 രൂപയും ഗ്രാമിന് 14,515 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗ തീരുമാനം. ഈ വർഷം ഓഗസ്റ്റ് 31-ന് മുൻപ് കാലാവധി അവസാനിക്കുന്ന റാങ്ക് പട്ടികകൾ 3 മാസത്തേക്ക് കൂടി നീട്ടാൻ PSCയോട് ശുപാർശ ചെയ്യും. 16ാം കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കറായി G. സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. നിയുക്ത MLA-മാരുടെ സത്യപ്രതിജ്ഞ നാളെ. UDF മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. പട്ടിക മുഖ്യമന്ത്രി VD സതീശൻ ഗവർണർക്ക് കൈമാറി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക ക്യാമ്പിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും.
സംസ്ഥാനത്ത് ശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി 8 ജില്ലകളിൽ NDRF സംഘങ്ങളെ വിന്യസിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.